ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള സംഘർഷ ഭൂമിയായിട്ടാണ് KPCC മാറിയിരിക്കുന്നത്. വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തക സമിതി അംഗമാണ്, അദ്ദേഹം ഒരു MP ആണ്, അദ്ദേഹം മുൻ മന്ത്രിയാണ്. വേണമെങ്കിൽ അദ്ദേഹത്തെ നിഷേധിക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യാമായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞതാണ്, ആരാണ് ശശി തരൂർ, എല്ലാ സ്ഥാനവും വാങ്ങിയതിന് ശേഷം വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കുഴപ്പമുണ്ടാക്കി. പക്ഷേ അതൊക്കെ പാപ്പം ഉണ്ണിത്താനോട് പറഞ്ഞു, മിസ്റ്റർ ഉണ്ണിത്താൻ നിങ്ങൾ വെറുതെ ഇരിക്കും, നമ്മൾ നോക്കിക്കൊള്ളാമെന്ന് KPCC പറഞ്ഞു. രാജ്മോഹൻ ഉണ്ണിത്താൻ വായടച്ചു. പിന്നെ മുരളീധരൻ പറഞ്ഞു, ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ഇറക്കത്തില്ല ശശി തരൂരിനെ എന്ന് പറഞ്ഞ് വേണ്ട ബഹളം ഉണ്ടാക്കി. ശശി തരൂർ പറഞ്ഞു, ലോകം മുഴുവൻ പോകാൻ ചാൻസ് ഉള്ള ഞാൻ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ, തിരുവനന്തപുരത്ത് വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ MP ആഫീസ് അവിടെ ഉണ്ട്, അവിടെ ഉള്ളവർ അത് നോക്കിക്കോളും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അപൂർവമായി വരാറുള്ളൂ. എന്തായാലും ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ഡൽഹിയിൽ ശശി തരൂരിൻ്റെ വസതിയിൽ പോയി ചർച്ച ചെയ്തിരിക്കുകയാണ്. രണ്ട് അഭിപ്രായമാണ് ഇതിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോകാൻ പാടില്ലായിരുന്നുവെന്ന് KPCCയുടെ മുതിർന്ന നേതാക്കൾ, യുവ നേതാക്കൾ. എന്നാൽ അത് പോയത് ശരിയായെന്ന് പറയുന്നൊരു വിഭാഗക്കാർ. ഒരു ആലോചിക്കുക, ഒരു പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ, AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ, പ്രവർത്തക സമിതി അംഗത്തെ കാണാൻ പോകുന്നതിൻ്റെ പുകിലാണ് ഈ കാണുന്നത്. എങ്ങനെ ഇരിക്കും അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭരണത്തിൽ വരാൻ നിൽക്കുന്ന പാർട്ടിയാണ്. ആ വലിയ പുകിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു, നേരിട്ട് വീട്ടിൽ പോയി കാണുന്നു, മഞ്ഞുരുകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനിടയിൽ കൂടി കേരളത്തിലെ KPCCയുടെ പുനഃസംഘടനയുടെ വിഷയമുണ്ട്, DCCമാരുടെ പുനഃസംഘടനയുണ്ട്. അത് തിരുവനന്തപുരത്തൊക്കെ DCC പ്രസിഡന്റ് ഇല്ല, ഇൻചാർജാണ്. അങ്ങനെ മലപ്പുറം, വയനാട്, കോഴിക്കോട് നിരവധി ജില്ലകളിൽ ഇത് വരേണ്ടതുണ്ട്. ഇതിനിടയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും കൂടി ജില്ലാ പ്രസിഡന്റുമാരാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൊടിക്കുന്നിൽ സുരേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ KPCCയിൽ അഗ്നിപർവ്വതം പുകയുകയാണ്. തീർച്ചയായിട്ടും കൊള്ളാം. എന്തായാലും വലിയ ബഹളമാണ് നടക്കുന്നത്. ഒരു വ്യക്തിയുടെ പേരിലാണ്, ശശി തരൂരിൻ്റെ പേരിലാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ കോൺഗ്രസിൽ തന്നെ നിൽക്കും, BJP പോകുന്ന പ്രശ്നമില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. BJPക്കാരാണെങ്കിൽ മാടി വിളിക്കുന്നുമുണ്ട്, നിങ്ങൾ വന്നാൽ നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ വലിയ പൊസിഷൻ തരാം എന്നുള്ള നിലയിൽ BJP മാടി വിളിക്കുന്നുമുണ്ട്. പക്ഷേ BJP വിളിക്കുന്നെങ്കിലും ശശി തരൂർ പോകുന്നില്ല. എന്താണ് ശശി തരൂരിൻ്റെ മനസ്സിലിരിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനമാണോ? മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണോ? സ്ഥാനമെന്ന് പറയാൻ മുഖ്യമന്ത്രി ആയാലാണല്ലോ പറ്റുക. കാൻഡിഡേറ്റ്ഷിപ്പാണോ? അതാണോ മുഖ്യമന്ത്രിയുടെ നമ്മുടെ ശശി തരൂരിൻ്റെ മനസ്സിലിരിക്കുന്നത്? എന്താണ് വിഷയമെന്ന് കൃത്യമായി അറിയില്ല. അത് ശശി തരൂർ തന്നെ മനസ്സ് തുറന്നാലേ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, ശശി തരൂർ വലിയ നേതാവ് തന്നെയാണെന്ന് KPCC സമ്മതിച്ചിരിക്കുന്നു. ആ ഒരു സറണ്ടർ ചെയ്തതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചർച്ച ചെയ്തിരിക്കുന്നു. കൊള്ളാം. ശശി തരൂർ എന്തായാലും ഒരു ചെറിയ തരൂരല്ല, അദ്ദേഹം ഒരു ബിഗ് തരൂർ തന്നെയാണ്. ആ നിലയിലുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോഴും ഇന്നും നാളെയും വരുന്ന ദിവസങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും യൂത്ത് കോൺഗ്രസും KSUവിനെ വലിയ ശല്യമില്ല. SFI പോലെ SFIക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ എടുത്തുകൊണ്ട് വരും. പക്ഷേ KSU വലിയ അഭിപ്രായം പറയാറില്ല. അതേസമയം യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും വലിയ അഭിപ്രായം പറയാറില്ല. ശരിക്കും യൂത്ത് കോൺഗ്രസ്സാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും എല്ലാവരും ഇനിയിപ്പോൾ അഭിപ്രായമായിട്ട് ചാടും. ശശി തരൂരിനെ വെളുപ്പിച്ചെടുക്കാൻ കുറച്ച് പേർ, കുറ്റപ്പെടുത്താൻ മറ്റൊരു വിഭാഗം.